ഫസ്റ്റ് ദൈവത്തിന്റെ മഹാദയയും കരുണയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി കാലങ്ങൾ ദൈവസന്നിധിയിൽ അങ്ങനെ ഇരിപ്പാനായിട്ട് ദൈവം നിങ്ങൾക്ക് കൊടുത്ത മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഹൃദയം ദൈവസന്നിധി നമ്മൾ പകരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളും ഭാവങ്ങളും ഒക്കെ അറിയാവുന്ന ദൈവം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചു, നമ്മുടെ മനസ്സുകളെ നിർമ്മലീകരിച്ചു. തൻ്റെ സന്നിധി ദൈവം നമ്മളെ തുടർമാനമായിട്ട് നിർത്തും. ചുരുക്കം ചിലരേ ഉള്ളൂ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് ഒരു ഇന്റർസെസറി പ്രയറിനെ കുറിച്ചിട്ട് ഒരു ചിത്രം എൻ്റെ മനസ്സിനകത്ത് നൽകി. അപ്പോൾ കർത്താവ് എൻ്റെ മനസ്സിൽ തന്നൊരു കാര്യം, ദൈവസന്നിധിയിൽ ഇടിവ് നിൽക്കാൻ തക്കവണ്ണം ചുരുക്കം ചിലർ മതി. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എസെക്കിയേലിനകത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണല്ലോ. നമുക്കൊന്ന് വായിക്കാം. ഞാൻ ആ ഭാഗത്ത് നിന്ന് ഷെയർ ചെയ്യാനായിട്ട് ഇരുന്നത് എസെക്കിയേലിന്റെ പുസ്തകം, അതിന്റെ 22-ാം അധ്യായം, അതിന്റെ 38-ാം വാക്യം. 30-ാം വാക്യം. സോറി, 30-ാം വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. അവിടെ എഴുതിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു, അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ലതാണ്. നമുക്കറിയാം, എസെക്കിയേലിന്റെ പുസ്തകത്തിനകത്ത് ദൈവം ഇത് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു ന്യായവിധിയുടെ വാള് വരുന്നതായിട്ട് നമ്മൾ 21-ാം അധ്യായത്തിനകത്ത് വായിക്കും. അത് യെരുശലേം പട്ടണത്തെ കേന്ദ്രീകരിച്ചാണ് ആ ന്യായവിധിയുടെ വാള് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ പട്ടണത്തിന് വിരോധമായിട്ട് ദൈവം ന്യായവിധി അയക്കാൻ പോവുകയാണ്. അത് നമ്മൾ 1-ാം അധ്യായം മുതൽ തന്നെ നമുക്കത് കാണാനായിട്ട് നമുക്കത് സാധിക്കും. ഇത് ഈ ദർശനങ്ങൾ ഉണ്ടാകുന്നത്, അദ്ദേഹത്തോട് ഈ അരുളപ്പാടുകൾ ഉണ്ടാകുന്നത് കേബാർ നദിയുടെ തീരത്ത് അദ്ദേഹം ഒരു ബന്ദിയായിട്ട്, അദ്ദേഹം യഹോയാക്കീം എന്ന് പറയുന്ന കീൻ എന്ന് പറയുന്ന രാജാവിന്റെ, കീം എന്ന് പറയുന്ന രാജാവിന്റെ സമയത്ത് പിടിക്കപ്പെട്ടു പോയ ബന്ദിയാണത്. എന്നാൽ സിദിക്യാവ് എന്ന് പറയുന്ന രാജാവിന്റെ സമയത്താണ് യെരുശലേമിന്റെ പതനം ഉണ്ടാകുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ പ്രവചിക്കുമ്പോൾ ഈ അതേ സമാന്തരമായിട്ട് യെരമ്യാവ് ഇവിടെ യെരുശലേമിൽ പ്രവചിക്കുന്നു. അപ്പൊ അദ്ദേഹം ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ചു. അദ്ദേഹത്തെ അവിടെ ബന്ദിയായിട്ട് പോയി. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ കൂടെ പ്രവാസത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ദർശനങ്ങൾ കാണുന്നത്. നമ്മൾ ഈ അധ്യായം വായിച്ച് അതിനെ അടുത്ത അധ്യായം വരുമ്പോഴത്തേക്ക് ഒക്കെ നമുക്ക് കാണാവും. എനിക്ക് 24-ാം അധ്യായത്തിൽ വരുമ്പോൾ എസെക്കിയേലിന്റെ ഭാര്യയുടെ മരണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നേ ദിവസം യെരുശലേം പിടിക്കപ്പെട്ട് തകർക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് 24-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. യെരുശലേം എന്ന് പറയുന്ന പട്ടണം, യെരുശലേമിൽ വസിക്കുന്നവർക്ക്, യഹൂദന്മാർക്ക്, ഇസ്രായേലിലുള്ളവർക്ക്, നമുക്കറിയാം ഇസ്രായേൽ നേരത്തെ തന്നെ ബന്ദിയാക്കപ്പെട്ടു പോയി, അശൂര് പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം 3 രീതിയിലാണ് യെരുശലേം പിടിക്കപ്പെടുന്നത്. അങ്ങനെ പിടിക്കപ്പെടുന്നതിന്റെ അവസാനം പിടിക്കപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ അവസാന ഉപരോധം വന്ന് അവസാനം യെരുശലേമിലെ നിവാസികളെ പ്രവാസത്തിന് കൊണ്ടുപോകുമ്പോൾ 3 സമയമായിട്ടാണ് പ്രവാസത്തിൽ കൊണ്ടുപോകുന്നത്. അതിൽ ലാസ്റ്റ് സമയത്തോട് എസെക്കിയേലിന്റെ ഭാര്യ തന്നെ ദൈവം എടുത്തു കളയുന്നത് കാണുന്നത് വളരെ സങ്കടമായിട്ട് തോന്നി. ആ ഭാഗങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 1-2 വാക്കുകൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അതിന്റെ 24-ാം അധ്യായം, അതിന്റെ 21-ാം വാക്യം. 21. നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയുമായിരിക്കുന്ന എന്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾ കൊണ്ട് വീഴും. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഭാഗങ്ങൾ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ ആനന്ദമായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയെ ഭൂമിയിൽ നിന്ന് ദൈവം എടുത്തു കളയുന്നതിന് കാരണം അതൊരു അടയാളമായിട്ടാണ് ചെയ്തത്. അത് അടയാളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയെ കർത്താവ് നിങ്ങൾ ഗർവിക്കുന്ന ശരണവും. അപ്പൊ അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത്, അവരുടെ പ്രൈഡ് എന്ന് പറയുന്ന ആ യെരൂശലേം നഗരത്തിലായിരുന്നു. അത് നമുക്ക് സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ യെരൂശലേമിനെ അവരെങ്ങനെ കണ്ടിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കണ്ണിന്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിന്റെ വാഞ്ചയും. നമുക്കറിയാം യെരൂശലേം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര വികാരം. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്രായേലുകാർക്ക് അത് എന്തൊരു വൈകാരിക ബന്ധമാണ് പട്ടണത്തിലുണ്ട്. എന്നാൽ ആ പട്ടണത്തെ ദൈവം ഇപ്പം വിരോധമായിട്ടിരിക്കുന്നത്, ദൈവം അവർക്ക് വിരോധമായിട്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ സങ്കടം. ഞാൻ ഈ റോമർക്കെഴുതിയ ലേഖനം കാണുമ്പോൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ആ റോമർക്കെഴുതിയ ലേഖനം തുടങ്ങുമ്പോൾ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെ അഭക്തിക്ക് നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വരുന്നു. ശരിക്കും ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് ദൈവകോപത്തെയാണ് ഭയപ്പെടേണ്ടത്. നമുക്കറിയാം ആ റോമർക്കെഴുതിയ ലേഖനം അവസാനിക്കുമ്പോൾ, സാത്താന് വേഗത്തിൽ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ചു കളയും, സമാധാനത്തിന് ദൈവം സാത്താന് വേഗത്തിൽ കാൽക്കീഴിൽ ചതച്ചു കളയും എന്നുള്ള ഒറ്റ വാക്യെ സാത്താനെ കുറിച്ച് റോമർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അതും അവസാനമാണ് എഴുതിയിരിക്കുന്നത്. വാട്ട് വി നീഡ് ടു ഫിയർ. നമ്മൾ എന്താ ശരിക്കും പേടിക്കുന്നത്? നമ്മൾ പേടിക്കേണ്ടത് ദൈവകോപത്തെയാണ് പേടിക്കേണ്ടത്. നമ്മൾ ദൈവകോപത്തെയാണ് മനുഷ്യൻ പേടിക്കേണ്ടത്. കാരണം റോമർക്കെഴുതിയ ലേഖനം തുടങ്ങുന്നത് തന്നെ ജഡ്ജ്മെന്റ്. നമുക്കെപ്പോഴും നമുക്ക് അറിഞ്ഞോ അറിയാതൊക്കെ നമ്മൾ ചിലപ്പോൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കട്ടളമേലും കുറുപ്പടിമേലും തളിക്കപ്പെട്ട ഭവനത്തിൽ സംഹാരകന് പ്രവേശനമില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു വരുന്ന പിശാചിനെ കുറിച്ചാണ്. പക്ഷേ അതിന്റെ ശരിക്കും സന്ദർഭം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടുത്തെ സംഹാരകൻ എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, ദൈവം തന്നെ അതിന്റെ സംഹാരകൻ. കാരണം ഇത് ഗോഡ്സ് ആൻഡ് ഹിസ് ഏഞ്ചൽ ഫോർ ജഡ്ജിങ് ഈജിപ്റ്റ്. അപ്പോൾ ആ സമയത്ത് ആ ജഡ്ജ്മെന്റ് ഈ യഹൂദന്മാരുടെ മേൽ വരാതിരിക്കാൻ തക്കണം, അതായത് ഇസ്രായേലിന്റെ മേൽ വരാതിരിക്കുക, ഇസ്രായേലിലെ ആ ഗോശൻ പ്രദേശത്ത് വരാതിരിക്കാൻ തക്കവണ്ണം അവർ കട്ടിളമേലും കുറുപ്പിടിമേലും രക്തം തെളിക്കണമെന്ന്. We need to fear God. നാം ദൈവത്തെയാ ഭയപ്പെടുന്നത്. ഇന്ന് രാത്രി നാം നിൽക്കുമ്പോൾ നാം ഭയപ്പെടുന്ന ഒറ്റൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവമായിരിക്കണം. നമ്മൾ വേറെ ഒരു മനുഷ്യനെ ഭയക്കരുത്. ഞാൻ പറയാറുണ്ട്, ഭാര്യമാർ അവരുടെ ഭർത്താക്കന്മാരെ പോലും പേടിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്നേഹമല്ലാതെ ഭയം നമുക്ക് പാടില്ല. അത് ഭയം നമ്മളെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഭാര്യമാർക്കാണെങ്കിലും ഭർത്താക്കന്മാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു തരം പേടിയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ നയിക്കുന്നത്. പേടിയില്ലാത്തവരാരുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ സമാധാനപരമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുറച്ച് പേടി ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ഇറ്റ് ഷുഡ് ബി എ ഗോഡ്ലി റെവറൻസ്, നോട്ട് എ ഫിയർ ഔട്ട് ഓഫ് ഫ്ലെഷ്. നമ്മുടെ ജഡത്തിന്റെ ഭയം നമ്മൾ ഭരിക്കരുത്. കാരണം ജഡത്തിന്റെ ഭയം നമ്മളിൽ ഉണ്ടാക്കാൻ പോകുന്നത് മരണമാണെന്ന് സുനിശ്ചിതമായിട്ട് വേദപുസ്തകം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരിക്കലും ഞങ്ങൾ ഇന്നലെ തന്നെ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കാൻ പോകും, നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാവരെയും പ്രസാദിപ്പിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം എൻ്റെ കുഞ്ഞ് കഴിവതും എല്ലാവരും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കണ്ടപ്പോൾ അവള് പറഞ്ഞു, നീ എല്ലാവരും പ്രസാദിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയത്തില്ല. ഈ പ്രസാദിപ്പിക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ അത് ഒരു ഭയത്തിൽ നിന്നാകരുത്, അതൊരു സ്നേഹത്തിൽ നിന്ന് പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അതിന് മൂല്യമുണ്ട്, അതിന് അർത്ഥമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ വിശേഷമേറിയ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമുക്ക് അയ്യോ പാസ്റ്റർ എന്തോ വിചാരിക്കും, ആരും പാസ്റ്റർ വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റർ നിങ്ങളൊന്നും ചെയ്യാനും പോകുന്നില്ല. ശരിക്കും ആക്ച്വലി വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നും, ഇപ്പം നമ്മുടെ ഇപ്പൊ ഞങ്ങൾ പാസ്റ്റർമാർക്കുള്ള പോരാട്ടം, നിങ്ങൾ വിശ്വാസികൾ എന്തോ വിചാരിക്കും എന്ന് ഞങ്ങളും ചിന്തിക്കും. ഈ നിങ്ങളെല്ലാവരും കൂടെ പ്രസാദിപ്പിക്കാൻ പോയ ഞങ്ങളുടെ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം പലർക്കും പല ടേസ്റ്റാണ്, പലർക്കും പല ചിന്തകളാണ്. ഇതൊന്നും ആരെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നടക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത്, ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴടങ്ങുക എന്നുള്ളത്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വീണ്ടും വേണം യഥാസ്ഥാനപ്പെടുക എന്നുള്ളത്. ദൈവോന്മുഖമായി കാര്യങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലാണ് അത് വ്യത്യാസം ഉണ്ടാകുന്നത്. നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ കാണാനായിട്ട് തുടങ്ങും. അപ്പൊ ഞാനിത് പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് ഞാൻ വളരെ ഭയമുള്ളൊരു വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ ഞാൻ പഠിച്ചതാ. കാരണം അതുകൊണ്ട് പലരെയും പ്രസാദിപ്പിക്കാൻ നോക്കി അവസാനം വെള്ളം കുടിച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ശുശ്രൂഷയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഈ കൊച്ചു പ്രായത്തിൽ വിശ്വാസത്തിൽ വന്നു, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി, നമുക്ക് പല പ്രയാസത്തിൽ കൂടെ എങ്ങനെയൊക്കെ പോയിട്ടുണ്ട്.
എന്ത് പറയണമെന്ന് അറിയാത്തതിന്റെ പ്രശ്നം, എന്ത് പറയണ്ടെന്നറിയാത്തതിന്റെ പ്രശ്നം, പല കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയി. അതിന്റെ എല്ലാം ഒരു കാരണം നമ്മൾ എവിടേക്കോ ജഡത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. ഒന്നെങ്കിൽ നമ്മുടെ ജഡത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ജഡത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പൊ അതിനെ നമ്മൾ പരിശ്രമിക്കരുത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഭാഗത്ത് യെരൂശലേമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈഡായിരുന്നു പട്ടണം, അവരുടെ ഗർവമായിരുന്നു. സത്യത്തിൽ എവിടെയാണ് അവർക്ക് ഈ പ്രൈഡ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ട്. ഇപ്പൊ നമുക്ക് തന്നെയാണെങ്കിലും നമുക്ക് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് പറഞ്ഞതാണ്, ഞാൻ അവരുടെ നാട്ടിലെ ഒരു അമ്മച്ചി പറയായിരുന്നു, ഞാൻ ആ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരൊരു സംഘടനയുടെ പേര് പറഞ്ഞിട്ട് പറയും, അവിടെ എന്തിക്കോ സംഘടനയുടെ പേര് പറഞ്ഞിട്ട്, ഈ സംഘടനയുടെ രക്തം എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നതെന്ന് അവർ പറയുമായിരുന്നു. ആക്ച്വലി അവര് എന്തായി പറയുന്നത് നമുക്ക് തന്നെ അറിയത്തില്ല. യുനോ എന്തില്ല അവർ പ്രൈഡ് കണ്ടെത്തുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെയൊക്കെ പലരുടെ നമ്മുടെ പിള്ളേരാ നമ്മുടെ പ്രൈഡെങ്കിൽ നമുക്കറിയാമല്ലോ, നമ്മൾ വലിയ താമസമില്ലാതെ ദുഃഖിക്കാനുള്ള സാഹചര്യമുണ്ട്. നത്തിങ് ക്യാൻ ബി അവർ പ്രൈഡ്. കർത്താവായ യേശുക്രിസ്തു അല്ലാതെ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. വേദപുസ്തകം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുന്ന, അവൻ നമുക്ക് നീതി, അവൻ നമുക്ക് ശുദ്ധീകരണം, അവൻ നമുക്ക് വീണ്ടെടുപ്പ്, അവൻ നമുക്ക് ജ്ഞാനം. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നല്ലോ. യെരൂശലേം നഗരത്തിൽ ഇവർ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അതിനെ എടുത്തുകൊണ്ട് കളഞ്ഞു. എനിക്ക് തോന്നുന്നു എസെക്കിയേലിന്റെ വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അതുകൊണ്ടാണല്ലോ നിന്റെ കണ്ണിന് ആനന്ദമായവളെ എന്നുള്ള വേർഡ് അവിടെയാണ് ഉപയോഗിക്കുന്നത്. നോക്കി അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വേഴ്സ് 15, യഹോവയുടെ അരുളപ്പാട് എനിക്കൂടെ, മനുഷ്യപുത്ര, ഞാൻ നിന്റെ കണ്ണിന്റെ ആനന്ദമായവളെ ഒരു അടിയാൽ നിന്നിൽ നിന്ന് എടുത്തു കളയും. നീ വിലപിക്കുകയോ കരയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. എന്തൊരു 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 കണ്ണ് എടുത്തു കളഞ്ഞതിനേക്കാളും കഷ്ടമാ, കരയാൻ പോലും പറ്റത്തില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ഹൗ യുനോ ഹൗ മച്ച് വാസ് ദ സിൻസ് ഓഫ് ദ പീപ്പിൾ. ആ ജനത്തിന്റെ പാപം എത്ര ഘോരമായിരുന്നു. നീ കരയ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരീയമായിട്ട് അങ്ങനെ അവിടെ സംഭവിച്ചു. കാരണം യെരൂശലേം നഗരം ഇടിഞ്ഞപ്പം അവർക്ക് കരയാൻ പോലും കഴിഞ്ഞില്ല. അവരൊക്കെ നെടുവീർപ്പിടുകയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ വായിക്കുന്നത്. എന്തുകൊണ്ട് ആ സാഹചര്യത്തിൽ കൂടെ പോയി? അവര് ദൈവത്തിൽ സന്തോഷിക്കുന്നതിന് പകരം അവര് പലതിനും സന്തോഷിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന പ്രശ്നം, ദൈവത്തിൽ സന്തോഷിക്കുന്നതിന് പകരം നമുക്ക് വേറെ ഒന്നിലും സന്തോഷിക്കാൻ കഴിയത്തില്ല. വേറെ എന്തെങ്കിലും നമ്മൾ സന്തോഷം കണ്ടെത്താനാകുമ്പോൾ നമുക്ക് വളരെ പ്രയാസങ്ങൾ ഉണ്ടാകുക. നമ്മുടെ ജീവിതം നമ്മൾ അനുശോചിക്കും. നമുക്ക് പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യം നമ്മൾ ഓർത്തു പോകുന്നു, കർത്താവിന് എപ്പോഴും സന്തോഷിപ്പിൻ. അത് മടുത്തുപോകാതെ ഞാൻ പറയാം, കർത്താവിന് എപ്പോഴും എന്തിനാ ഒരു ശുശ്രൂഷകൻ എന്നുള്ളത്, എനിക്ക് എന്റെ ശുശ്രൂഷയെ സന്തോഷിക്കാൻ ദൈവം എനിക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവം തന്നൊരു ദാനമായി ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ അതൊരു ഈ ഭൂമി ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഉണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്ക് ദൈവം തന്നിരിക്കുന്നതെല്ലാം ഇതൊക്കെ ഒരു തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളാണെന്ന് ഞാനും എനിക്ക് ചുറ്റുപാടുള്ളവർ ഞാനും ഒരു താൽക്കാലികമായ വ്യക്തിയാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കത് വേറൊന്നിനെ സന്തോഷിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ തന്നെ സന്തോഷം കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അത് നമുക്ക് തോന്നും അത് എന്തുകൊണ്ടാണ് അങ്ങനെ, ദൈവത്തിന് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക കവറ്റ്നെസ് ഉണ്ടോ? അങ്ങനെ നമുക്ക് ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തോന്നുകയും ചെയ്യും, എൻ്റെ മഹത്വം ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയില്ല എന്നൊക്കെ പറയുമ്പം ദൈവത്തിന് എന്തോ സ്വാർത്ഥതയുണ്ടെന്ന് നമുക്ക് തോന്നും. അതൊരു സ്വാർത്ഥതയല്ല, നമ്മുടെ നന്മ ഇരിക്കുന്നത് അതിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ നന്മ ഇരിക്കുന്നത് ദൈവത്തിൽ സന്തോഷം കണ്ടെത്തുന്നതിലാണ്. വേറെ ഒന്നിലും നമുക്ക് നന്മ എന്ന് പറയാനായിട്ടില്ല. നമുക്ക് ആത്യന്തികമായ നന്മ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, നിത്യജീവൻ തന്നെയാണ്. അത് നമ്മൾ നന്നായിട്ട് ഓർക്കണം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഒരു പട്ടണത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഈ സിദെക്കീയാവിന്റെ സമയത്ത് ഈ വർഷങ്ങളും ആണ്ടുകളും എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും അത്ഭുതപ്പെട്ടു പോകും. ഈ 24-ാം അധ്യായത്തിൽ തന്നെ ആ വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, 9-ാം ആണ്ടിൽ 24-1, 9-ാം ആണ്ടിൽ 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടെന്ന, മനുഷ്യപുത്ര, ഈ തീയതി, ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക, ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. അന്നേരം എസെക്കിയേൽ ഇവിടെ ഇരിക്കുകയാണ്, പ്രവാസത്തിലിരിക്കുകയാണ്. ഇവിടെ ആക്രമണം നടക്കുക. കാരണം അദ്ദേഹം അതിനു മുമ്പേ പ്രവാസത്തിൽ പോയതാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം, ദൈവത്തിന്റെ തീയതികളും ദിവസങ്ങൾക്കും മാസങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല. അത് ദൈവം പറഞ്ഞതുപോലെ തന്നെ അത് സംഭവിച്ചിരിക്കുന്നു. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ സന്നിധി നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം അരുളിച്ചത് നിവൃത്തിയാകുന്നത് കാണാൻ പോവുകയാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവത്തെ നമ്മൾ മാറ്റുകയല്ല ചെയ്യുന്നത്, ദൈവത്തെ
ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തീകരണത്തെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമ്മൾ അതിന്റെ നിവർത്തീകരണം കാണാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മാറ്റുകയല്ല, ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ നിവർത്തിയെ തൻ്റെ ദൃഷ്ടികളാൽ നാം കാണാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അത് നമുക്ക് വളരെ നന്നായി. പിന്നെ നമുക്ക് ദൈവത്തെ മാറ്റാൻ പറ്റും. ദൈവത്തെ മാറ്റുകയല്ല ചെയ്യുന്നത്. ചില കാര്യങ്ങളിൽ ദൈവം നമ്മുടെ ചിന്തകളെ ദൈവത്തിന്റെ ചിന്തകളിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിനോട് ദൈവം സോതോമിനെ നശിപ്പിക്കാനായിട്ട് പോകുന്ന സമയത്ത് ദൈവം സോതോം പട്ടണത്തെ നശിപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിച്ചത് അബ്രഹാമിൽ നിന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടണത്തിന് വേണ്ടി പക്ഷപാതം കഴിക്കാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും ആ പട്ടണം നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് കാരണം. അപ്പൊ ദൈവം നമ്മൾ നശിപ്പിക്കാൻ പോകുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യെരുശലേമിനെ നശിപ്പിക്കാൻ പോകുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേദന ആർക്കാന്നറിയാം? ദൈവത്തിന്. അത് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ദൈവത്തിന്റെ വേദനയോടൊന്നും നമുക്ക് ആർക്കും വേദനയില്ല. നമ്മളും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് നമുക്ക് പ്രയാസം ഉണ്ടാകും. നമ്മൾ ആലോചിക്കും, എൻ്റെ ദൈവമേ എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞ ദൈവം പറയും, എൻ്റെ കുഞ്ഞെ നീ ഇന്നലെ ഇത് പറയുന്നേ, ഞാനിത് നാളുകളായിട്ട് ഇതിനെ സഹിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നാളുകളായിട്ട് ഇതിന്റെ വേദന ഞാൻ ചുമന്നുകൊണ്ട് നടക്കുക. എൻ്റെ ഈ വേദന നീ എന്നെ അറിയാത്തത്. നമുക്ക് ഈ പ്രവാചകന്മാരുടെ ഓരോരോ അനുഭവങ്ങളും അവരോട് സംസാരിച്ചും ചിന്തിച്ച ദൈവത്തിന്റെ മനസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തിന്റെ മനസ്സാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് പല റീസൺസ് ഉണ്ട്. റീസൺസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും ഹൊറിബിൾ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ മൊലാക്ക് എന്ന് പറയുന്ന അതിന് ദേവന് അവർ അർപ്പിക്കുമായിരുന്നു. അവർ കുഞ്ഞുങ്ങളെ ദഹനയാഗമായി കൊടുത്തതൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അത്ര ഇന്ന് രാത്രി നിങ്ങളത് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര ഭയാനകമാണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആ ഒരു നിലയിലേക്ക് അവർ ചെന്നതുകൊണ്ട് ദൈവം ആ പട്ടണത്തെ അഗ്നിക്കിരയാക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. കാരണം ആ ദേശത്ത് തിന്മ നീക്കിക്കളയാതെ ദൈവത്തിന് വേറൊരു വഴിയുമില്ലായിരുന്നു. കാരണം ദൈവം അവസാനം വരെയും അവർക്ക് അവസരം കൊടുത്തു. സിദ്ക്കിയാവിന്റെ സമയത്ത് വന്നപ്പോഴത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അവർക്ക് മാനസാന്തരം ഉണ്ടായില്ല. അപ്പൊ ദൈവം അവസാനം അതങ്ങനെ ചെയ്യും. അപ്പൊ അതിൽ ദൈവം എന്നാ പറഞ്ഞ റീസൺ ഭയങ്കര രസമാണ്. ഇത്രയും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയെങ്കിലും ദൈവം പറയുന്ന ഒരു കാര്യമാണ് 24-ാം അധ്യായത്തിനകത്ത് ഏറ്റവും പ്രതിപാദ്യമായ ഒരു വാക്യം എന്ന് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. അപ്പൊ നശിപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. ഞാൻ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ അന്വേഷിച്ചു. അപ്പം ഞാൻ ഈ പട്ടണത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി. ഞാനന്ന് ഒരു ചിന്തയ്ക്ക് വേണ്ടി ചോദിക്കുക, നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാൾ തന്നെ വിചാരിച്ചാൽ ദേശത്തിന് മതിൽ കെട്ടാൻ പറ്റും. പിന്നെ ദൈവം എന്താ പറഞ്ഞത്? ദേശത്തിന് മതിൽ കെട്ടി ഇടിവിൽ നിൽപ്പാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. നമുക്കറിയാം യെരുശലേമിന്റെ മതില് 52 ദിവസം കൊണ്ട് നെഹമ്യാവിന്റെ ലീഡർഷിപ്പിൽ അത് തീർത്തത് നമുക്ക് നന്നായിട്ട്. അപ്പോൾ വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ ഈ മതിൽ കെട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? എന്താണ് ഇടിവുകളിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെയാണ്. അതെങ്ങനെ നമുക്കത് സാധിക്കും? കർത്താവ് പറയാണ്, ഇപ്പൊ നശിക്കുന്നത് പാപം കൊണ്ടാണെങ്കിലും കർത്താവ് ഇപ്പം പറയുന്നത് നശിക്കുന്ന പാപം കൊണ്ടാണെന്നല്ല പറയുന്നത്. ഞാനൊരു പുരുഷനെ അന്വേഷിച്ചിട്ട് ഒരു പുരുഷനെയും കിട്ടാത്തതുകൊണ്ടാണ് ദേശം നശിപ്പിക്കുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം? വാസ്തവത്തിൽ ഇന്ന് ഇവര് പാപം ചെയ്തിട്ടല്ലേ അതങ്ങനെ സംഭവിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് കർത്താവെ അങ്ങനെ പറയാൻ? ഇതിന്റെ ഞാനതൊരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാൻ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അത് എളുപ്പത്തിന് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് ചില വാക്യങ്ങളിലേക്ക് പോകാം. ഇതിന്റെ തന്നെ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെനിക്ക് 13-ാം അധ്യായം. 13-ാം അധ്യായത്തിന്റെ 1 മുതൽ 13-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യം, അല്ലെ 3 മുതൽ. കേൾപ്പിൻ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലെ, നിന്റെ പ്രവാചകന്മാർ ശൂന്യ പ്രദേശത്തിലെ കുറുക്കന്മാരെ പോലെ ആയിരിക്കുന്നു. യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗൃഹത്തിന് വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. അവർ വ്യാജവും കള്ളപ്രശ്നവും ദർശിച്ചിട്ട് യഹോവയുടെ അരുളപ്പാട് എന്ന് പറയുന്നു. യഹോവ അവരെ അയച്ചില്ല എങ്കിലും വചനം നിവൃത്തിയായി വരുമെന്ന് അവർ ആശിക്കുന്നു. ഞാൻ അരുളി ചെയ്യാതിരിക്കെ യഹോവയുടെ അരുളപ്പാട് എന്ന് നിങ്ങൾ പറയുന്നതിനാൽ നിങ്ങൾ മിഥ്യാദർശനം ദർശിക്കുകയും വ്യാജ പ്രശ്നം പറയുകയല്ലയോ ചെയ്തിരിക്കുന്നത്.
അതിന്റെ 8-ാം വാക്യം, 9-ാം വാക്യം. വ്യാജം ദർശിക്കുകയും കള്ളപ്രശ്നം പറയുകയും ചെയ്യുന്ന പ്രവാചകന്മാർക്ക് എന്റെ കൈ വിരോധമായിരിക്കും. എന്റെ ജനത്തിന്റെ മന്ത്രിസഭയിൽ അവർ ഇരിക്കയില്ല. ഇസ്രായേൽ ഗൃഹത്തിന്റെ പേർവഴി ചാർത്തലിൽ അവരെ എഴുതുകയില്ല. ഇസ്രായേൽ ദേശത്തിൽ അവർ കടക്കുകയുമില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും. അടുത്ത വാക്യം. സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് അവർ എന്റെ ജനത്തെ ചതിച്ചിരിക്കൊണ്ടും അത് ചുവർ പണിതാൽ അവർ കുമ്മായം പൂശി കളയുന്നതും കൊണ്ട് അടന്നു വീഴുവണ്ണം കുമ്മായം പൂശുന്നവരോട് നീ പറയേണ്ടത്, പെരുമഴ ചൊരിയും. ഞാൻ ഇത്രയൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ശരിക്കും അന്നത്തെ പ്രവാചകന്മാരും പുരോഹിതന്മാരും അവർ വേണ്ടും വേണം ആ ദൈവസന്നിധിയിൽ അവരുടെ ശുശ്രൂഷ അവർ ചെയ്യുന്നുണ്ട്. പ്രവാചകന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവിടുത്തെ പ്രശ്നം അവര് സ്വന്തം മനസ്സിന്റെ കാര്യങ്ങളാണ് അവർ പറഞ്ഞപ്പോൾ അവർ യഹോവയുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവർ എന്നിട്ട് അതങ്ങനെ നിവൃത്തിയാകുമോ എന്ന് അവരാലോചിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കലൊരു ശുശ്രൂഷകൻ എന്നോട് ഒരു ആലോചന പറഞ്ഞു. അപ്പൊ ആലോചന പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷെ അതെന്തായി? ഞാൻ പറഞ്ഞില്ലായിരുന്നു അതങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്ന കേട്ടപ്പോ എനിക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നാണല്ലോ അദ്ദേഹം ചിന്തിക്കുന്നത്. അല്ല, ദൈവം പറഞ്ഞത് കൊണ്ടല്ല ഇവിടുത്തെ പ്രശ്നം. സംഭവം നമ്മുടെ ഒരു പ്രശ്നം, നമ്മൾ ഇതിന്റെ എല്ലാം എന്താ പറയുന്ന ഒരു ഹോൾസെയിൽ ഡീലറെ പോലെ ആകാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതിന്റെ ഒരു പ്രശ്നം, ഒരു എറ്റേണൽ പെർസ്പെക്റ്റീവിൽ ജനത്തെ വിശുദ്ധീകരണത്തിൽ കൊണ്ടുപോകേണ്ട പ്രവാചകന്മാർ ഇന്ന് താൽക്കാലികമായിരിക്കുന്ന ഒരു സമാധാനത്തിന്റെ ശുശ്രൂഷകരായിട്ട് മാറി. ദൈവത്തോടുള്ള സമാധാനമല്ല ഇന്ന് അവർ പറയുന്നത്, അവരുടെ തൽക്കാല ജീവിതത്തിനുള്ള കുറെ സമാധാനത്തിന്റെ മുട്ടുശാന്തികളാണ് ഇന്ന് പ്രവാചകന്മാർ. ഇപ്പൊ ഞാനിത് പറയുമ്പോഴും എനിക്കും ഇഷ്ടം അതാ കേൾക്കാൻ. കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണെന്നറിയാൻ എനിക്കൊരു താല്പര്യമില്ല, ഒരു ആഗ്രഹം. അപ്പൊ ഈ ആഗ്രഹമാണ് നമ്മളെ കൊണ്ടുവന്ന് ഈ വയ്യാവേലി കൊണ്ടുവന്ന് എത്തിക്കുന്നത്. അതേസമയം നമുക്ക് ഇത്ര അറിഞ്ഞാൽ മതി, അത് ദൈവം നോക്കിക്കോളും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയെ ഈ സ്വന്തം മനസ്സിനനുസരിച്ച് പ്രവചിക്കുന്നവർ അവർ നന്നായിട്ട് അത് പ്രവചിച്ചു. ആൻഡ് വി ഗെറ്റ് ഡിസീവ്ഡ്. അവരുടെ ശുശ്രൂഷ അതല്ല സത്യത്തിൽ. അവരുടെ ശുശ്രൂഷ ജനത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കും മാനസാന്തരത്തിലേക്കും രൂപാന്തരത്തിലേക്കും ദൈവവചനത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്കും അവരെ മടക്കി വരുത്തേണ്ടതാണ് ഒരു പ്രവാചകന്റെ ശുശ്രൂഷ. എന്നാൽ ആ ശുശ്രൂഷ ചെയ്യുന്നതിന് പകരം അത് പറയും പുട്ടിന് മീര ഇടുന്നത് പോലെ അതല്ല അതിനകത്തൊക്കെ. അത് പറയാൻ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈബ് ഉണ്ടാക്കുന്നതാണ്. അതായത് നമ്മുടെ ഒരു പ്രസംഗത്തിന് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സഹോദരിമാർ പൊടിക്കൈ ഇടുന്നത് പോലെ അവരുടെ ഒരു പൊടിക്കൈ പരിപാടിയാണ്. ഇടയ്ക്ക് ഒരു വിശുദ്ധിയും വേർപാടും ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഒന്ന് എന്നാലും ആൾക്കാരെ ഇൻട്രസ്റ്റ് തരാൻ കഴിഞ്ഞു. എന്നാൽ ദൈവദാസനെ കൊച്ചിന്റെ പഠിത്തത്തിന് വേണ്ടി ഒന്ന് എന്ന് നമ്മളും പറയും. അവരത് കേൾക്കാനേ ഇരിക്കുന്നത്. അറ്റ്ലാസ്റ്റ് ഇതിനാണ് നമ്മൾ ഇതെല്ലാം പറയുന്നതെങ്കിൽ ഈസ് ഇറ്റ് ദാറ്റ് മിനിസ്ട്രി? ഇതായിരുന്നു പ്രവാചകന്മാർ ചെയ്യേണ്ടിയിരുന്നത്. അതാണ് അവർ ചെയ്തിരുന്നത്. അവർ ചെയ്തിരുന്ന ശുശ്രൂഷയെ കുറിച്ചിട്ടാണ് ഇവിടെ വായിക്കുന്നത്. അവരെ ചെയ്തത് കൊണ്ട് എന്ത് പറ്റി? അവരെന്തായിരുന്നു ചെയ്തത്? അതാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ സ്വന്തം മനസ്സിനെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളിൽ പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് അവർ വായിക്കുന്നത്, അവർ വ്യാജം ദർശിച്ചു, യഹോവ അവരെ അയച്ചില്ലെങ്കിലും വചനം നിവൃത്തിയാകുമെന്ന് അവർ ആശിക്കുന്നു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പം അവിടെ പ്രത്യേകം പറയുന്ന ഒരു വാക്ക് ഇതുമായിട്ട് ചേർന്ന് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. അവിടെ വായിക്കുന്നത് അതിന്റെ 5-ാം വാക്യം, യഹോവയുടെ നാളിൽ യുദ്ധത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് നിങ്ങൾ ഇടിവുകളിൽ കയറിയിട്ടില്ല, ഇസ്രായേൽ ഗ്രഹത്തിനു വേണ്ടി മതിൽ കെട്ടിയിട്ടുമില്ല. അപ്പൊ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരാതിരിക്കത്തക്കവണ്ണം അവരെ ദൈവത്തോട് നിരപ്പുള്ളവരാക്കി തീർക്കേണ്ടതായിരുന്നു അവരുടെ ജോലി. അതാണ് മതിൽ കെട്ടുക എന്ന് പറയുന്നത്. ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരുന്ന ദിവസത്തിൽ ഈ യുദ്ധ ദിവസം വരികയാണ്. കാരണം നെബൂഖദ്നേസർ ഈ പട്ടണത്തെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കാൻ എന്നേക്കും അതിനെ തീ വെച്ച് നശിപ്പിക്കാൻ പോവുകയാണ്. അവരുടെ പ്രവാസകാലം ഈ പ്രവാചകന്മാർ എന്ത് പറഞ്ഞെന്നറിയാവോ? ബാബേലിൽ ചെന്നിട്ട് പോലും, അല്ലെങ്കിൽ കേവാർ നദിയുടെ തീരത്ത് എസെക്കിയേൽ ഇരിക്കുമ്പോഴും
ഈ യെരമ്യാവ് ഇവിടെ യെരൂശലേമിൽ പ്രവചിക്കുമ്പോൾ ഇവരെന്താ പറയുന്നത്? 2 വർഷം മാത്രമേ ഉള്ളൂ ഉപരോധം. ഉപരോധം വന്നാൽ 2 വർഷമേ ഉള്ളൂ. ഇതൊന്നും സാരമൊന്നുമില്ലെന്ന്, കുഴപ്പമൊന്നുമില്ലെന്ന്, ജോലിയൊക്കെ ശരിയാവും ബ്രദറെ, ജോലിയൊക്കെ ശരിയാവും, 2 വർഷം കൂടെ കഴിയുമ്പോൾ ജോലി ശരിയാവും എന്ന് പറയുമ്പോൾ ഇവരുടെ ശരിക്കുമുള്ള ജോലി എന്താണെന്നുള്ളതല്ലേ പ്രവാചകന്മാർ പറയേണ്ടത്? പറയേണ്ടത് എന്താ? ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ ജോലി എന്താ? ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ കർത്താവിനെ സേവിക്കുക, ശുശ്രൂഷിക്കുക എന്നുള്ളത്. എന്നാൽ അത് പറയേണ്ടതിന് പകരം ദൈവത്തോടുള്ള ബന്ധം. ഇപ്പൊ ഞാൻ ചെന്ന് ആലോചിച്ചു, ഞാനിപ്പോ ഇവിടെ ഇരിക്കുക, എനിക്ക് ഒരു അനുഭവം ഉണ്ടായി, അത് ഭയങ്കര രസകരമായ ഒരു അനുഭവം. ഒരിക്കൽ ഞാൻ നാട്ടിൽ വന്നപ്പോൾ എന്നോടൊരാൾ വളരെ ശക്തമായിട്ട് ഷാർപ്പായിട്ടും എന്നെ കുറിച്ച് പ്രവചിക്കാൻ പാടുന്ന വല്ല ശരിയാണ്. നോർത്ത് ഇന്ത്യ ഞാൻ പ്രവർത്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു. അദ്ദേഹം ചോദ്യം ഇതാണ്: ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ ബ്രദർ പാസ്റ്റർ? ഞാൻ ഒരു മിനിറ്റ് ചിന്തിച്ചു, എന്താ പുള്ളി അങ്ങനെ പറഞ്ഞത്? ഈ കാര്യം മനസ്സിലായി എന്താ ചോദിച്ചതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, പാസ്റ്റർ എനിക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന്. അദ്ദേഹത്തിന് എന്നോട് ദേഷ്യം വന്നുപോയി. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചോദിച്ചത് സാമ്പത്തികമായിട്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. കുറച്ചൊക്കെ നല്ലതായിട്ടൊക്കെ വല്ല ഉദാഹരണമൊക്കെ ഉണ്ടാകണ്ടേ, ഇതിങ്ങനെ ഗതി പിടിച്ച് ഇങ്ങനെ നടത്താൻ മതിയോ എന്നാ ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, ഐ ആം ഹാപ്പി വിത്ത് ഇറ്റ്. എനിക്കതിനകത്ത് ഹാപ്പി. അദ്ദേഹത്തിന് വളരെ ദേഷ്യം വന്നു. അദ്ദേഹം പിന്നത്തേതിൽ ആ വീട്ടുകാരോട് പറഞ്ഞു അവൻ നന്നാകാൻ പോകുന്നൊന്നുമില്ല എന്ന് അദ്ദേഹം. ഞാൻ പറഞ്ഞതിന് കാരണം, ദിസ് ഈസ് ഹൗ വി ഗെറ്റ് ട്രാപ്ഡ്. ദിസ് ഈസ് ഹൗ വി ഗെറ്റ് ട്രാപ്ഡ്. സംതൃപ്തിയോടെ ജീവിക്കാന്ന് വിചാരിച്ചാൽ ഒരു സമ്മതിക്കുകയില്ല. നമ്മൾ ദൈവത്തോട് നല്ലൊരു ബന്ധം പുലർത്തി ജീവിക്കുന്നതിനെ കുറിച്ച് പറയേണ്ടതിന് പകരം ഞാൻ ആലോചിക്കുക, സത്യത്തിൽ പറയേണ്ടത് എന്താ? എൻ്റെ ബ്രദറിന്റെ ജീവിതത്തിൽ ഒത്തിരി പാസ്റ്റർ യഥാസ്ഥാനപ്പെടാനായിട്ടുണ്ട്. ഒത്തിരി കുറവുകളിൽ നിന്ന് ദൈവത്തോട് ബന്ധത്തിലേക്ക് ഒന്ന് വരണം. ഇങ്ങനെ അലസനായിട്ടിരുന്നാൽ പോരാ. ഇങ്ങനെ നമുക്കറിയാമല്ലോ, നമുക്കൊരു പാട്ട് എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, ഗീതം ഗീതം ജയ ജയ ഗീതം എന്നുള്ള പാട്ട് എം ഇ ചെറിയാ സാർ എഴുതുന്നത്. നോർവേയിലുള്ള ഒരു മിഷണറി അദ്ദേഹത്തെ മീറ്റിങ്ങിന് അദ്ദേഹത്തെ അറ്റൻഡ് ചെയ്തപ്പോൾ ആ നോർവേയിലുള്ള മിഷണറി ഇദ്ദേഹത്തെ കുറിച്ച് ഉത്സാഹിപ്പിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ പാട്ടാണ് ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സഹോദരൻ. നമ്മുടെ ശരിക്കുമുള്ള നമ്മുടെ പല തളർന്ന വശങ്ങൾ, ദൈവത്തോട് വേണ്ടുമെണ്ണം നിരക്കാത്ത വശങ്ങൾ, ക്ഷമിക്കാത്ത വിഷയങ്ങൾ, ദൈവത്തെ വേണ്ടുമെണ്ണം അനുസരിക്കാത്ത കാര്യങ്ങൾ, ഇതിലേക്ക് യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കേണ്ട ശുശ്രൂഷകരാണ് നമ്മളോരോരുത്തരും. നമ്മൾ ചിന്തിക്കേണ്ട, ഇത് ശുശ്രൂഷകന്മാർ മാത്രമല്ല, നമ്മൾ അന്യോന്യം പ്രബോധിക്കുക. നമുക്കറിയാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിനകത്തൊരു വാക്യമുണ്ടല്ലോ, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8-ാം വാക്യമാണ് തോന്നുന്നു. ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിച്ചുകൊള്ളുവിൻ. ഇപ്പം അവർക്ക് പറ്റു തന്നെയാണ് നമുക്ക് പറ്റാവുന്ന കാര്യം. അത് നമുക്കറിയാം. ഇത് ഇസ്രായേൽ മക്കളുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകുന്ന എന്തിനെ കുറിച്ചാണ്? മുകളിലുള്ളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമോ? ഹൃദയത്തെ കുറിച്ചാണ് പറയുന്നത്. ഹൃദയം കഠിനപ്പെട്ടു പോകാതിരിക്കണം. ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും എന്ത് ചെയ്യണം? അന്യോന്യം പ്രബോധിപ്പിക്കണം. നമുക്കറിയാം അന്യോന്യം പ്രബോധനം നടക്കാവുന്ന ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്നറിയാം? സഭയൊന്നുമല്ല, നമ്മുടെ കുടുംബങ്ങളാണ്. കാരണം സഭയിൽ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ വന്ന് അന്യോന്യം പ്രബോധിപ്പിക്കാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഒരു കുടുംബജീവിതം എടുത്തു നോക്കിയേ, നല്ല സ്ഥലമാണ്. ഭർത്താവിനും ഭാര്യയും, ഭാര്യ ഭർത്താവിനും പ്രബോധിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. എന്തുകൊണ്ട് പ്രബോധിപ്പിക്കണം? പാപത്തിന്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെട്ടു പോകും. ഇപ്പൊ ഞാനിപ്പം ശുശ്രൂഷയിൽ ഇരിക്കുമ്പം എനിക്ക് പെട്ടെന്ന് എന്നെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. കപടഭക്തി എന്നെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഭക്തി ഇല്ലെങ്കിലും നിങ്ങളെല്ലാം ഓർത്തൊരു ഭക്തി ഉണ്ടെന്ന് കാണിക്കാനുള്ള പ്രവണത എനിക്കുണ്ട്. അപ്പൊ എന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഭാര്യ എന്നോട് പറയണം, അത് ഇച്ചിരി ഭക്തി മാറിപ്പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ഒരു സൗമ്യമായിട്ട് എന്നോടൊന്ന് പറഞ്ഞു തന്നാൽ എനിക്കതൊരു ചെക്കായിട്ട് അവിടെ ഇരുന്നു.
ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു. തിരിച്ചതുപോലെ എൻ്റെ ഭാര്യയോട്. പിന്നെ പറയുന്ന വിധത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രം. ആ വിധം ശരിയായില്ലെങ്കിൽ ചിലപ്പം സംഭവം കൈവിട്ടു പോകും. അത് ഒരു വളരെ സ്നേഹത്തോടും വളരെ ഇതുകൊണ്ടും കൂടി നമ്മൾ പറയണം. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ മലയാളികളല്ലേ, പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അത് സംഭവം ശരിയാകത്തില്ല. അതാണ് കുഴപ്പമുണ്ട്. അപ്പൊ നമ്മളതൊരു ആ സൗമ്യതയോട് അത് സംസാരിച്ചാൽ, പിന്നെ ചിലതുണ്ട് കർക്കശമായിട്ട് പറയേണ്ടി വരും. ഒരു നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ വളരെ കർക്കശമായിട്ട് പറയും. അങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ഒരു രക്ഷയില്ലാത്തൊരു കേസ് വരുമ്പോൾ നമ്മൾ കർക്കശമായിട്ട് പറയും. അപ്പൊ അതുപോലെ നമ്മൾ പറയാനുള്ള അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുക. അത് ഇന്ന് ആ വാക്യമൊക്കെ വളരെ പ്രാധാന്യമാണ്. കാരണം എവരി ഡേ നമ്മളൊക്കെ ഇന്ന് ഒരു മീറ്റിംഗ് കൂടുന്നത് നമുക്ക് ഇന്നത്തെ ബിസി ഷെഡ്യൂൾസിനകത്ത് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുമ്പോഴും, ഏറ്റവും കുറഞ്ഞ പക്ഷം എല്ലാ ദിവസവും സഭായോഗങ്ങൾ കൂടാൻ കഴിയുന്നില്ലെങ്കിലും നമ്മുടെ ഭവനങ്ങളിൽ അത് നമുക്ക് തുടങ്ങാനായിട്ട് കഴിയും. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ കേവലം പ്രാർത്ഥിച്ചു പോകുന്ന പ്രാർത്ഥനകളാകാതെ പ്രബോധനത്തിന്റെ സമയങ്ങളാകട്ടെ. നമ്മൾ ഊണിലിരിക്കുമ്പോൾ അന്യോന്യം പ്രബോധിപ്പിക്കാൻ കിട്ടുന്ന നല്ലൊരു സമയങ്ങളാണതല്ല. കേവലം ആഹാരം കഴിക്കാനുള്ളതല്ല, നമുക്കതിന് അന്യോന്യം പ്രബോധിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. ഇല്ലെങ്കിൽ ഈ പാപം നമ്മളെ ചതിക്കും, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്. എത്ര പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചു, അവർക്കത് കൈക്കൊള്ളാൻ മനസ്സിൽ. സിദ്ക്കിയാ രാജാവ് എന്നൊക്കെ പറയുന്നത് ഒരു പേരുകൊണ്ട് ഏറ്റവും നല്ല പേരായിരുന്നു. ദൈവത്തിന്റെ റൈറ്റസ്നെസ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം. പക്ഷേ അദ്ദേഹം സ്വന്തം റൈറ്റസ്നെസ് ആണ് സ്ഥാപിച്ചത്. അദ്ദേഹം സ്വന്തം നീതിയാണ് സ്ഥാപിച്ചത്. ഇസ്രായേലിനെ കുറിച്ചിട്ട് വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനത്തിൽ വായിക്കുന്നത്, അവര് സ്വന്തം നീതി സ്ഥാപിച്ചു എന്നുള്ളതാണ് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റ്. ദൈവത്തിന്റെ നീതിക്ക് പകരം സ്വന്തം നീതി സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ വഴക്കുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം നീതി സ്ഥാപിക്കാൻ പോകുന്നതാണ്. ഞാൻ പറഞ്ഞതാണ്, അച്ഛൻ പറഞ്ഞതാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഭാര്യ പറഞ്ഞതാണ് ശരി. അത് തമ്മിലുള്ള തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് സ്ഥാപിക്കാൻ പോയിട്ട് ദൈവനീതിയിൽ നിന്ന് നമ്മൾ അന്യപ്പെട്ടു പോയി. ദൈവ വഴികളിൽ നമ്മൾ മാറിപ്പോയി. ദൈവത്തിന്റെ ചിന്തകളല്ല ഇന്ന് നമ്മളെ നിയന്ത്രിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ശരിക്കും അതിനൊരു മതിൽ കെട്ടേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു മതിൽ നമ്മൾ കെട്ടിയേ പറ്റൂ. നമ്മുടെ ശുശ്രൂഷയുടെ ഒരു മതിൽ നമ്മൾ കെട്ടിയേ പറ്റൂ. നമ്മുടെ ദേശത്തിന്റെ ഒരു മതിൽ കെട്ടിയേ പറ്റൂ. ദേശത്തിന്റെ നേരെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, this nation has to be judged, but remember your son. Remember your son. That is something we want to say. അല്ലാതെ കർത്താവേ, എന്റെ കണ്ണുനീരും എന്റെ പ്രാർത്ഥനയൊക്കെ ഓർത്ത് നീ ദേശത്തോട് കരുണ കാണിക്കണമെന്നല്ലേ നമുക്ക് പറയാനുള്ളത്. Remember your son has shed his blood on the cross for the remissions of the sins of this world. Amen. അതാ നമുക്ക് പറയാനുള്ള കാര്യം. നമുക്ക് പറയാനുള്ള കാര്യം എന്നാണ്, ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേക ഒരു ഗ്രൗണ്ട് ഉണ്ട്. എന്താ നമ്മുടെ ഗ്രൗണ്ട്? ജീസസ് has shed his blood on the cross. ഈ ധൈര്യത്തിലാണ്, ഈ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കാരണം യേശുവിന്റെ നാമം ഒരു സാധാരണ നാമമല്ല. പാപപരിഹാരം വരുത്തി മരച്ചിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ് യേശു കർത്താവ്. അതുമാത്രമല്ല, ഇന്നും കർത്താവ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം കഴിക്കും. How bold we need to come into the presence. ഇന്ന് രാത്രി ചെല്ലുമ്പോൾ എസ്തർ അഹശ്വേരോശ് രാജാവിന്റെ സന്നിധി ചെന്നതുപോലെയല്ല. ഞാൻ ചാകുന്നെങ്കിൽ ചാകട്ടെ എന്ന് പറഞ്ഞല്ല ചെന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത്, കർത്താവേ, ഞാൻ ജീവിച്ചിരിക്കത്തക്കവണ്ണം നിന്റെ പുത്രന്റെ നാമത്തിൽ ഞാൻ നിന്റെ സന്നിധി വരുന്നു എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ചെല്ലുന്നത് ആ യേശുക്രിസ്തുവിന്റെ നാമത്തിലും അവന്റെ രക്തത്തിന്റെ ശക്തിയിലുമാണ് ചെല്ലുന്നത്. ആ ഒരു കോൺഫിഡൻസോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. നമ്മുടെ പ്രാർത്ഥനകളുടെ വാലിഡിറ്റി, ദ നെയിം ഓഫ് ദ ലോർഡ്, ആ കർത്താവിന്റെ നാമമാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കർത്താവിന്റെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിൽ ഓടി വന്ന് ശരണം പ്രാപിക്കും. ഇന്ന് രാത്രി ഒക്കെ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ, ഹൗ ബോൾഡ്ലി യു ക്യാൻ കം ഇൻ ടു ദ പ്രസൻസ്. എന്നാൽ ചെയ്യേണ്ട ശുശ്രൂഷ ഇതാണ്. നമ്മൾ മതിൽ കെട്ടണം. നമ്മൾ മതിൽ കെട്ടുന്നത് ത്രൂ ദ ഡോക്ടേഴ്സ്. അവർ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് മതിലിനെ ഉള്ള മതിലും കൂടെ അവർ നശിപ്പിച്ചു കളഞ്ഞു. കർത്താവ് പറയാണ്, നിങ്ങൾ സത്യത്തിൽ നിങ്ങളുടെ സ്വന്തം മനസ്സിലുള്ളത് പ്രവചിക്കാതെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് പറയുന്നെങ്കിൽ. ഞാൻ പണ്ടത്തെ പിതാക്കന്മാരുടെ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ദേവാസന്മാർ പറഞ്ഞ് ഭാര്യാവര് യോനാച്ചൻ എന്ന് പറഞ്ഞ പ്രവാചകനെയൊക്കെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
വലിയ കാലമായിട്ടില്ല അദ്ദേഹം ലോകം വിട്ടു പോയിട്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആൾക്കാരെ ഇനിയും കർത്താവ് റൈസപ്പ് ചെയ്യണം. യുനോ ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പറയാൻ, ദൈവത്തിന് ഒരു മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള അവസ്ഥ മനസ്സിലാക്കി അദ്ദേഹത്തെ ദൈവത്തിനോട് യഥാസ്ഥാനപ്പെടുത്താൻ നോക്കിയേ. ഈ ഒരു കാര്യം നമുക്ക് അതിനുള്ള ചുമതലയുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ എസെക്കിയേലിനകത്ത് വായിച്ചത് നമുക്ക് തിരിച്ചു വരാം. അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചായിട്ട് ഒരിക്കൽ കൂടെ 22 വാക്യം 30. 30. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. അപ്പോൾ നമ്മൾ മതില് കെട്ടുന്നത് ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വരാതിരിക്കാൻ തക്കവണ്ണം, ദൈവത്തിന്റെ രക്ഷ. നമുക്കറിയാം, യെരൂശലേമിനെ കുറിച്ച് വായിക്കുമ്പോൾ യെശയ്യാ രക്ഷ എന്നതിന് മതിലുകൾക്ക് പേരാണ്. അപ്പൊ ദൈവിക രക്ഷയെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കുന്നതിലൂടെയാണ് നമ്മൾ മതിൽ കെട്ടുക. ദൈവിക രക്ഷയെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കണം. നമുക്കറിയാം, ഇന്ന് നമുക്ക് പൗലോസിന്റെ ഒക്കെ ലേഖനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലേഖനങ്ങളൊക്കെ ദൈവിക രക്ഷയെ നമ്മുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഒരു ഉദാഹരണം, ഗലാത്യ സഭയിൽ ഒരു തെറ്റായ ഉപദേശം കയറി വരിക, പ്രവർത്തികളാലുള്ള രക്ഷ, പരിച്ഛേദനയും കൂടെ ഏക്കണം, പരിച്ഛേദനയും കൂടെ ഏറ്റാൽ മാത്രമേ നീതീകരണം പ്രാപിക്കുകയുള്ളൂ എന്ന് എഴുതിയപ്പോൾ പൗലോസ് ഒരു മതിൽ കെട്ടുക ഗലാത്യ സഭയിൽ. പൗലോസ് പറയുകയാണ്, വിശ്വാസത്താലാണ് നീതീകരണം, അത് പ്രവർത്തികളാലല്ല എന്ന് പറഞ്ഞ് അവരുടെ ഹൃദയത്തെ ക്രിസ്തുവിൽ ഉറപ്പിക്കുക. അത് പൗലോസ് പറയും, ഞാൻ ക്രിസ്തു നിങ്ങളിൽ പിന്നെയും ഉരുവാകേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവേദനപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു ഗലാത്യയിലെ വിശ്വാസികളുടെ ഉള്ളിൽ ഉരുവായി കഴിഞ്ഞാൽ പിന്നെ ശത്രുവിന്റെ ഒരു തന്ത്രവും അവരുടെ മേൽ ഏൽക്കത്തില്ല. ഇന്ന് വേണ്ടത് ക്രിസ്തു ഒന്ന് ഉരുവാകണമെന്നുള്ളത്. നമുക്കല്ലാതെ നമ്മുടെ പ്രൊമോഷൻ അല്ല വിഷയം, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഇതൊന്നും ഒരു വലിയ വിഷയമല്ല. That never affects your life and that cannot affect your life. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളോ, നിങ്ങളുടെ ഇന്നത്തെ എൻ്റെ വൈഫിന് ക്യാൻസർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും നമ്മളെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഞാൻ അന്ന് തന്നെ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? മരിച്ചാൽ നീ ദൈവസന്നിധിയിലല്ലേ ചേർക്കും. Why you need to fear about it? There is no need to fear it. നന്മ നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് എൻ്റെ ഭാര്യ ആവശ്യമാണ്. എൻ്റെ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ, എനിക്ക് ജീവിതത്തിലുള്ള ബന്ധത്തിൽ എനിക്ക് ആവശ്യമാണ്. കാരണം അല്ലാതെ എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് ഫാക്ട് തന്നെ. ബട്ട് വി നീഡ് നോട്ട് ടു ഫിയർ. വി ആർ ഗോഡ്സ് പീപ്പിൾ, ഗോഡ്സ് ചോസൻ പീപ്പിൾ. വി ആർ റിഡീംഡ്. വി ആർ ഗോഡ്സ് ജനറേഷൻ. നമുക്കറിയാം, പൗലോസ്ലീഹ പറഞ്ഞതുപോലെയൊക്കെ നമ്മളൊന്ന് പറഞ്ഞാൽ മതി. ഇതിനൊക്കെ എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയണം. പിതാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ അന്യരും പരദേശികളും എന്ന് അവർ ഏറ്റു പറഞ്ഞ് വിശ്വാസത്തെ മരിച്ചു. അപ്പം അവരിടയ്ക്കിടയ്ക്ക് ഏറ്റു പറയായിരുന്നു. എന്തോ പറയുന്നത്? ഞങ്ങൾ അന്യരാണ്, ഞങ്ങൾ പരദേശികളാണ്, ഞങ്ങൾ ഈ ദേശക്കാരല്ല. അവരത് പറയുന്നത് കൊണ്ട് അവർക്ക് വിശ്വാസത്തിൽ മരിക്കാൻ പറ്റി. ഇത് നമ്മളത് ഏറ്റു പറയാതിരുന്ന നമ്മളെങ്ങനെ വിശ്വാസം മരിക്കുന്നെങ്കിൽ? സോ വി നീഡ് ടു ഇറാഡിക്കേറ്റ് ദാറ്റ് ഫിയർ ഔട്ട് ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഫിയർ വരും. നമ്മൾ ഈ ജഡ ശരീരത്തിലല്ലേ താമസിക്കുന്നത്. ജഡം നമ്മുടെ ആത്മാവിനോട് പോരാടിക്കൊണ്ടേയിരിക്കും. ആത്മാവിനോട് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിനകത്ത് പ്രാണനോട് പോരാടിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണമെങ്കിൽ വായിക്കാം 1 പത്രോസ് 2:11. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും വി ഗെറ്റ് മോർ എഫക്റ്റഡ്. അത് 1 പത്രോസ് 2:11. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് ദുഷിക്കുന്തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. അവിടെ നമ്മൾ ഒരു വാക്യം മാത്രം സ്ട്രെസ് ചെയ്യാനാണ് വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനോട് പോരാടണം. കാരണം പ്രവാസികളും പരദേശികളുമായിട്ട് താമസിക്കുന്നവരുടെ എപ്പോഴും അവരെ ഈ എർത്തിലി ബൗണ്ട് ആക്കാൻ, അവരെ ഈ നിങ്ങൾ പരദേശികളല്ല, നിങ്ങൾ പ്രവാസികളല്ല എന്ന് തോന്നിപ്പിക്കാതൊക്കെ വേണം അവരുടെ പ്രാണനോട് പോരടിക്കുന്ന ഒരു പോരാട്ടം അവരുടെ സ്വന്തം ജഡത്തിൽ നിന്നും. ഈ ജഡത്തിന്റെ ഒരു പ്രത്യേകത ഗുരുത്വാകർഷണം പോലെ, അത് നമ്മൾ എപ്പോഴും ഏർത്തിലേക്ക് ഇങ്ങനെ പിടിച്ചു വെക്കും. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ സ്ഥലം, എൻ്റെ വീട്, എൻ്റെ വണ്ടി, ഇതെല്ലാം ഇങ്ങനെ പിടിച്ച്
അപ്പൊ നമ്മളെ ഇതിനകത്ത് കുരുക്കുക എന്നുള്ളത് ശത്രുവിന്റെ ഒരു വലിയൊരു തന്ത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്രദമാകാതെ നമ്മളെ ഈ ഭൗമികമായിരിക്കുന്ന ചിന്തകളിൽ നമ്മൾ കുരുക്കുന്നതാണ് ശത്രുവിന്റെ ഒരു തന്ത്രം. അത് ശത്രുവിനെ ഉപയോഗിക്കുന്ന എന്താണെന്നറിയാം, നമ്മുടെ തന്നെ ജഡം. ഈ ജഡമോഹം നമ്മുടെ ഉള്ളിൽ നമ്മുടെ പ്രാണനിലേക്ക് പ്രവർത്തിച്ചിട്ട് ഈ പ്രാണനെ ഇതിലേക്ക് അങ്ങ് വലിച്ചു കളയും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ആത്മാവിനോടെന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. വാർ അഗെയിൻസ്റ്റ് യുവർ സോൾ. സോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാണനോട്, നമ്മുടെ മനസ്സിനോട്. അത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞത് നമ്മുടെ മനസ്സിനോട്, നമ്മുടെ ചിന്തകളോട്. ആത്മീയ പോരാട്ടം നടക്കുന്ന എവിടെയാണെന്നറിയാവോ? ചിന്തയിലാണ്. ചിന്തയിലാണ് പിടിച്ചടക്കുന്നത്. ഈ പ്രാണനോട് പോരാടുന്ന ജഡമോഹങ്ങൾ. അത് ഇംഗ്ലീഷിനകത്ത് ഇരിക്കുന്നത്, നമ്മൾ ഈ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് വി സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പാലിറ്റീസ് പവേഴ്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന വേർഡ് പോരാടുക എന്നുള്ള, രണ്ടിടത്തും പോരാട്ടം എന്നാണ് കൊടുത്തേക്കുന്നത്. രണ്ടും രണ്ട് വേർഡാണ് കൊടുത്തേക്കുന്നത്. മറ്റേതിന് സ്ട്രഗിൾ എന്നാണെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്നത് വാർ അഗെയിൻസ്റ്റ് എന്നായിരിക്കും. യുദ്ധം. ഇപ്പൊ നമ്മുടെ യുക്രൈനകത്ത് റഷ്യയുടെ യുദ്ധം പറഞ്ഞില്ലേ, അതുപോലത്തെ സംഭവമാണ് നമ്മുടെ ആത്മാവിനെതിരെ നടക്കുന്നത്. ചെറിയ കാര്യമല്ല. എന്നാൽ നമ്മൾ പിശാചിനോട് ചെയ്യുന്നതിനെതിരെ എഴുതിയിരിക്കുന്നത് വി ഫ്രസ്റ്റിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, മല്ലയുദ്ധം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മല്ലയുദ്ധമാണോ ബുദ്ധിമുട്ട്, യുദ്ധമാണോ ബുദ്ധിമുട്ട്? നമ്മൾ പലപ്പോഴും തോക്കുന്ന മല്ലയുദ്ധത്തിൽ ജയിക്കും, യുദ്ധത്തിൽ തോക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. മല്ലയുദ്ധത്തിനകത്ത് നമ്മൾ മല്ലയുദ്ധം ചെയ്യുന്നതെന്നാണ്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയതിൽ ശരിക്കും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ശത്രു നമ്മളോടല്ല യുദ്ധം ചെയ്യുന്നത്, നമ്മൾ ശത്രുവിനോടാണ് യുദ്ധം. ഇപ്പൊ ഇങ്ങനൊരു വാക്യം നമ്മൾ സുപരിചിതമായ നമുക്ക് വാക്യമാണല്ലോ, പത്രോസ് ലീഹായോട് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല എന്ന് പറയണമെങ്കിൽ സത്യത്തിൽ പാതാള ഗോപുരത്തെ തകർത്ത് മുന്നേറുന്നൊരു സഭയായതുകൊണ്ടല്ലേ പറഞ്ഞത് പാതാള ഗോപുരം ജയിക്കുകയില്ലെന്ന്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ദ ത്രെറ്റ് അഗെയിൻസ്റ്റ് ദ ഹേറ്റ്സ്. നമ്മൾ പാതാള ഗോപുരങ്ങളെ തകർത്ത് കളയുന്ന ഒരു കൂട്ടം ദൈവത്തിന്റെ ജനമായിട്ട് ദൈവം നമ്മളെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രി നിങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, പാതാള ഗോപുരങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക. പാതാളത്തിന്റെ ആലോചന, ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൗൺസിൽ എന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് നമുക്ക്. കാരണം ഈ ഗോപുരത്തിലാണ് അന്ന് കൗൺസിൽ നടക്കുന്നത്. അതിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നഗരത്തിന്റെ കൗൺസിലിനെ തകർത്ത് കളയുന്ന കൗൺസിലാ ദൈവസഭ. നഗരത്തിന്റെ കൗൺസിലിനെ തകർത്ത് കളയുന്ന കൗൺസിലാ ദൈവസഭ. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ ആലോചന സഭയിൽ നിൽക്കുകയല്ലെന്ന് പ്രവാചകന്മാരോട് പറയാൻ. കാരണം they never knew they are the council of God's council. ഒരു പ്രവാചകൻ ആരാ? ഒരു ദൈവവൈതൽ ആരാ? ഒരു പുതുതായിട്ട് ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ is the member of the council of God. അബ്രഹാം ദൈവത്തോട് കൗൺസിൽ ചെയ്തു, കർത്താവ് ഒരു 50 പേരെങ്കിൽ, അല്ല മറ്റേ കർത്താവ് ഒരു 40 പേരെങ്കിൽ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് കൊരിന്ത്യർക്കെഴുതിയിലേക്കുന്നത് കർത്താവിന് മന്ത്രിയായിരുന്നവനാ. ഇതൊക്കെ എനിക്കറിയത്തില്ല എങ്ങനെ പറയണമെന്ന്. അത്രമാത്രം ഇന്റിമേറ്റ് റിലേഷൻഷിപ്സിലാണ് ആ കർത്താവ്. അതുകൊണ്ടാണ് എസെക്കിയേലിനോട് നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഞാൻ എടുത്തു കളയുന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്ന ഹൗ ഇന്റിമേറ്റ്ലി ഐ ഹാവ് ബീൻ ഐ ഹാവ് സേവ്ഡ് യു. ഞാൻ എത്ര നിന്നെ ചേർത്തിരിക്കുന്നു. നീ ദൈവത്തിന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ലൈഫ് ആണ്. അത്രമാത്രം ദൈവം തൻ്റെ പുത്രന്റെ ചോരയാൽ തന്നോട് നിരപ്പിച്ച് തന്നോട് അടുപ്പിച്ചു വെച്ചിരിക്കുക. തന്നോട് തന്നെ തൻ്റെ ഹിതപ്രകാരം തന്നോട് ആലോചന പറയാൻ, അല്ല നമ്മുടെ ഹിതപ്രകാരം ആലോചന പറയാൻ, തൻ്റെ ഹിതപ്രകാരം തന്നോട് ആലോചന പറയത്തക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആലോചന ദൈവത്തിന് ആവശ്യമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകാൻ ദൈവം നമുക്ക് ദൈവത്തോട് ആലോചന പറയാൻ അവസരം തരിക ചെയ്യും. ഞാൻ പറഞ്ഞതിന്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകും.
നാം ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് ആലോചന പറഞ്ഞു. അല്ലെ, അബ്രഹാമിന്റെ ആലോചന കേട്ടിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം ദൈവത്തിനില്ല. നമുക്ക് നോക്കണമേ, ദൈവം തന്നിരിക്കുന്ന പ്രിവിലേജസ് അത്ര വലിയ പ്രിവിലേജസ്. നമ്മുടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഞാൻ അത് പെട്ടെന്ന് നിർത്താം, എസെക്കിയേലിനകത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് യുദ്ധ ദിവസത്തിൽ പ്രവാചകന്മാരോട് പറയുമ്പോൾ നിങ്ങൾ എൻ്റെ ഇടിവുകളിൽ നിന്നിട്ടില്ല. ഇവിടെ എഴുതിയൊക്കെയാണ് ഈ എസെക്കിയേലിനോട് പറയാണ്, അവിടെ എഴുതിയിരിക്കുന്ന 30-ാം വാക്യത്തിനകത്ത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന്, എൻ്റെ മുമ്പാകെ ഇടിവ് നിൽക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ, മതിലുകളുടെ ഇടിവുകൾ എന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ അകൽച്ചയാണ്. അതിനിടയിൽ നിൽക്കാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു. ദൈവത്തിനിടയിൽ നമുക്കറിയാം, ദൈവം ഒരുവൻ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ, മനുഷ്യനായ ക്രിസ്തുയേശു. ആ മനുഷ്യനായ ക്രിസ്തുയേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം എത്ര വലുപ്പമാണെന്നറിയാം. കാരണം ദൈവമായ ക്രിസ്തുയേശു എന്നല്ല എഴുതിയിരിക്കുന്നത്. Now there is a man in the presence of God. Though he was God, he became a man. ഇന്ന് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി തീർന്ന് നമുക്ക് വേണ്ടി ഇന്ന് ദൈവസനി പക്ഷപാതം ചെയ്യാൻ ദൈവത്തിന് പുത്രനില്ല. ഇത് പറയുമ്പോൾ ഇതിന് കറക്റ്റായിട്ടൊരു പ്രൊപ്പിറ്റേഷൻ ആയിട്ട് ആരുമില്ലായിരുന്നു. അവിടെയാണ് കർത്താവ് വന്നത്. ഇന്ന് രാത്രി നമ്മളൊന്ന് ഓർത്താൽ മതി, ദൈവം അന്വേഷിക്കുന്നത് ഈ ദൈവപുത്രന്റെ നാമത്തിൽ ഈ രാത്രി നിൽക്കാനാണ്. അല്ലയോ, രാത്രികാലങ്ങളിൽ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്നവരായുള്ളവരെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, കർത്താവ്, വി സറണ്ടർ, ഞങ്ങൾ കീഴടങ്ങി നിൽക്കുക. കർത്താവെ, ആ ഇടിവുകളിൽ അങ്ങയുടെ പുത്രൻ നിന്നു, അങ്ങയുടെ പുത്രനിൽ ഞങ്ങളും അങ്ങയുടെ സന്നിധി കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കാനും അന്യോന്യം ബലപ്പെടുത്താനും, കർത്താവെ, ഒരുവരോട് നമുക്കത് വളരെ ആവശ്യമാണ്. നമ്മുടെ പ്രബോധനങ്ങൾ, നമ്മുടെ ശരിക്കും നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് ചേർച്ച് ലൈഫ് പഠിച്ചാൽ, ശരിക്കും ചേർച്ച് ലൈഫ് എന്ന് പറയുന്നത് അത് ശരിക്കും ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് അന്യോന്യം പ്രബോധനങ്ങൾ. ഹൃദയങ്ങളിൽ ഗീതങ്ങളെ പാടിയും അന്യോന്യം സംസാരിച്ചു, ശരിക്കും അങ്ങനെ ഇൻബിൽറ്റ് ചെയ്ത്, അങ്ങനെ ബിൽഡപ്പ് ചെയ്യുന്ന. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാനൊക്കെ ആദ്യം വന്ന സമയങ്ങളിൽ, ഞാൻ വിശ്വാസി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രിവിലേജ്, ഒരു ഭാഗ്യം, ഞാൻ മലബാറിലായിരുന്നു. അപ്പോൾ അവിടുത്തെ കിട്ടിയൊരു ഈ ദൈവാസന്മാരുടെ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ ഞാൻ അന്ന് അവർക്ക് അധികം വിശ്വാസികൾ എല്ലായിടത്തും ഇല്ല. അപ്പൊ മീറ്റിംഗ് ഒക്കെ വെളുത്ത് കഴിഞ്ഞപ്പം കുറച്ച് വിശ്വാസികൾ കാണുന്നു. പക്ഷെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അതിനിടയിൽ കിടന്ന് ഞാൻ വളരെ പഠിച്ചത്. കാരണം they used to speak each other. നമ്മൾ അന്യോന്യം സംസാരിക്കുക, നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടു പോകാതിരിക്കും. നമുക്ക് പാപത്തോട് ഭയങ്കര ഒരു എതിർപ്പ് നമുക്ക് തോന്നാനായിട്ട്, നമ്മുടെ ആ മനസ്സുകൾക്ക് വ്യത്യാസം ഉണ്ടാകാനായിട്ട്, നമ്മുടെ ചിന്താഗതികൾ മാറാനായിട്ട്, ദൈവജ്ഞാത വിരോധമായിട്ട് നമ്മുടെ മനസ്സിൽ വെച്ചിരുന്ന കോട്ടകളെല്ലാം ഇടിഞ്ഞു പോകും. എല്ലാ സങ്കല്പങ്ങളെയും പിടിച്ചു കെട്ടാൻ ദൈവം നമുക്ക് കൃപ തരും. നോക്കിയ ദൈവം നമ്മളെ ഇന്ന് ആഗ്രഹിക്കുന്നത്, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വായിക്കുന്നത്, ആകയാൽ ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതില് കെട്ടി എൻ്റെ മുമ്പാകെ ഇടിവ് നിൽക്കണം ഒരു പുരുഷനെ അവരുടെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താൻ. നമുക്കിന്ന് രാത്രി ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ ദൈവസഭയായിട്ട് ആ മതില് കെട്ടുവാൻ, നമ്മുടെ കുടുംബത്തിന് മതില് കെട്ടും, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭകളിൽ നമുക്ക് അന്യോന്യം പ്രബോധിപ്പിക്കണം. നിങ്ങൾ ചിന്തിക്കരുത്, ശുശ്രൂഷന്മാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് ഒന്ന് പറയാം, പാസ്റ്റർ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ പാസ്റ്റർ, അതെന്താ ചെയ്യേണ്ടത് പാസ്റ്റർ എന്ന് നിങ്ങൾക്ക് സൗമ്യമായിട്ട് പറഞ്ഞാൽ പാസ്റ്റർ കേൾക്കും. അത് ഞങ്ങളും ഫ്രെയിലായിട്ടുള്ള മനുഷ്യരാണ്. ഞാൻ പലപ്പോഴും കൂട്ടായ്മ പറയാറുണ്ട്, എൻ്റെ ലൈഫിലും പരാജയങ്ങളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെ ദൈവം സഭയായിട്ട് നിർത്തിയേക്കുന്നതിൻ്റെ കാരണം, ഇപ്പൊ ഈ കൈക്ക് ഒരു ശേഷിക്കുറവ് എന്തെങ്കിലും വന്നാൽ മറ്റു കൈക്ക് ഇതിനെ കയറി പിടിക്കാൻ പറ്റും, അതിനൊന്ന് താങ്ങാൻ പറ്റും. ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങണം. ദൈവഗതം എന്ന് പറഞ്ഞാൽ എത്ര സിമ്പിൾ ആണെന്നറിയാം. നമ്മളിതിന് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയി. എന്നൊക്കെ വേണമെങ്കിൽ അത് വായിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പര്യവസാനിപ്പിക്കാം. ഒന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം, തെസ്സലോനിക്കർ എഴുതിയ 1-ാമത്തെ ലേഖനത്തിന്റെ 5-ാം അധ്യായം.
14 വാക്യം 14. സാധാരണ സഹോദരന്മാരെ, വായിക്കും. ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ ക്രമം താങ്ങുവീൻ, കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കും. ഇതെല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ്. എല്ലാവർക്കും ഇത് ബാധകമാണ്. ക്രമം കെട്ടവരെ, സഹോദരന്മാരെ നോക്കിയപ്പോൾ തെസ്സലോനിക്കയിലെ സഭകളിലുള്ള വിശുദ്ധന്മാരോട് പറയുകയാണ്, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. അതുപോലെ തന്നെ ബലഹീനരെ താങ്ങണം. എല്ലാവരോടും ക്ഷമ കാണിച്ചാൽ പോരാ, ദീർഘക്ഷമ കാണിച്ചു. ഞങ്ങൾ ശുശ്രൂഷയിലൊക്കെ ഉള്ളവർക്ക് ഞങ്ങൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് ദീർഘക്ഷമ. ഞങ്ങൾക്ക് ഇപ്പോൾ കാണിക്കേണ്ടത്. അപ്പൊ ഇവിടെ എഴുതിക്കുന്നത് ദീർഘക്ഷമ കാണിപ്പീൻ. പിന്നെ ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവേൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുവേൻ. ഓ, എന്തൊരു വാക്യങ്ങൾ ഇതൊക്കെ! നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, കണ്ടിന്യൂ ഡൂയിങ് ഗുഡ്നെസ്. ഇതൊക്കെ നമ്മൾ എത്ര ശ്രദ്ധയോടെ ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മളിത് പ്രൊഡക്റ്റീവ് ആകേണ്ട കാര്യമാണ്. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. പിന്നെ എപ്പോഴും സന്തോഷിക്കുവേൻ, ഇടപെടാതെ എപ്പോഴും സന്തോഷിക്കുവേൻ. എപ്പോഴും സന്തോഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്ന. പിന്നെ എല്ലാത്തിനും സ്തോത്രം ചെയ്യുവേൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അത്ര സിമ്പിളാ ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടം. ജോലി പോകുമ്പോഴും സന്തോഷിക്കണം, ജോലി കിട്ടുമ്പോഴും സന്തോഷിക്കണം, ആരെങ്കിലും നമ്മൾക്കിട്ട് 4 വർത്തമാനം പറയുമ്പോഴും സന്തോഷിക്കണം. അതെന്തുകൊണ്ടാ ബുദ്ധിമുട്ടുണ്ടാകുന്ന അറിയാമോ? അപ്പൊ അത് ഓർത്താൽ മതി. ആരെങ്കിലും നമ്മളെ ഹർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് നന്ദി പറയണം. എന്താണെന്നറിയാമോ? ഇപ്പോഴും ജഡസ്വഭാവം എനിക്ക് ഉണ്ടെന്നുള്ളത് അവർ തെളിയിച്ചു തരിക. എന്താ കാര്യം? സന്തോഷിക്കാൻ കഴിയുന്നില്ല, മുഖം പാടി. എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി വിലൊക്കെ പറയുമ്പം നമ്മൾ അവരെ ആലോചിച്ച് വിഷമിക്കേണ്ട. നമ്മുടെ സത്താവിലല്ല നമ്മൾ സന്തോഷിക്കുന്നത് എന്നുള്ളത് അവർ തെളിയിച്ചു കഴിഞ്ഞു. എപ്പോഴും സന്തോഷിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമുക്കിപ്പം പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുക, എൻ്റെ ദൈവമേ ഇനി വരുന്ന ഇന്ത്യയിലൊരു നല്ല ഒരു ഭരണം ഉണ്ടാകണം. തെറ്റൊന്നുമല്ല, പ്രാർത്ഥിക്കുന്നതിന് തെറ്റൊന്നും. എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു അടിക്കുറിപ്പ് പോലൊരു സംഭവം ഞാൻ പറയാം. കഴിഞ്ഞിടെ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണും. UP-യിലെ ജയിലിൽ ഒരു ഡോക്ടർ കിടന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, അദ്ദേഹം പറഞ്ഞൊരു ചെറിയൊരു ആർട്ടിക്കിൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ജയിലിൽ കിടക്കുന്നത്. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം നന്ദി പറയാനായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ഈ ജയിലിൽ കിടക്കുന്നതിനായിട്ട് നന്ദി എന്ന് അദ്ദേഹം പറയാനായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ചിന്തകൾ മാറി, ഞങ്ങളുടെ ഭാവങ്ങൾ മാറി. ജയിലിൽ സുവിശേഷീകരണം, അവസാനം ജയിലിലെ സുവിശേഷീകരണം താങ്ങാൻ പറ്റാതെ വന്നപ്പോൾ അവരവിടുന്ന് ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടു. അദ്ദേഹം പറയായിരുന്നു, ജയിലിൽ കിടക്കുന്നതായിരുന്നു നല്ലത്, അവിടെ ആയിരുന്നു സുവിശേഷ പ്രവർത്തനം നല്ലതായിട്ട് നടക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അതായിരുന്നു. കാരണം പുറത്ത് ഞാൻ എഫക്റ്റീവ് ആകുന്നതിനേക്കാളും ജയിലിനകത്തായിരുന്നു ഞാൻ എഫക്റ്റീവ് എന്ന്. അതെങ്ങനെ എഫക്റ്റീവ് ആയെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അതിന് മരുന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സന്തോഷിക്കാൻ പഠിച്ചു. ജയിലിൽ ചെന്നപ്പം വേറെ ഓപ്ഷൻ ഇല്ല. സർവൈവ് ചെയ്യണമെങ്കിൽ സന്തോഷിക്കുകയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാതെ വന്നു. ആ ഓപ്ഷൻ ഇല്ലായ്മ അദ്ദേഹത്തിന് പരിവർത്തനം ഉണ്ടാക്കി, അദ്ദേഹത്തിന്റെ കൂടെ ജയിലിൽ കിടന്നവർക്ക് പരിവർത്തനം ഉണ്ടാക്കി, അവിടുത്തെ ജയിലിലെ മറ്റുള്ള ആൾക്കാർക്ക് പരിവർത്തനം ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, ഇങ്ങനൊരു വശം കൂടെ അതിനകത്തുണ്ട്. നമ്മളെയൊക്കെ പല പ്രശ്നത്തിൽ കൊണ്ടൊന്നും ഇടുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൽ മാത്രം സന്തോഷിക്കാതെ കൊണ്ട് നമ്മൾ പരിശീലിപ്പിക്കുക. ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ പറക്കാൻ ശീലിപ്പിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ എന്താ അതുകൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്? അതിന്റെ അർത്ഥമാക്കിയിരിക്കുന്നത് ദൈവ സ്വഭാവത്തിലേക്ക് ദൈവം നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവഹിതത്തെ കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ കർത്താവേ ഇന്ന കാര്യത്തിനകത്ത് എന്താവും കർത്താവ് പറയാണ്, യു റിജോയ്സ്, യു പ്രേ വിത്തൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിക്കുക. കറിക്കരിയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും, നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റും,
നമ്മുടെ ഹൃദയം ദൈവസന്നിധി പകരുന്നതിന് നമ്മളെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും കഴിയുമോ? അത് ശത്രുവിനൊന്നും ചെയ്യാൻ പറ്റാത്ത രണ്ട് ശുശ്രൂഷകൾ, രണ്ട് കാര്യങ്ങളാണ്. വചനത്തിന് ബന്ധനമില്ല, പ്രാർത്ഥനയ്ക്ക് ബന്ധനമൊന്നുമില്ല. അതിൽ നിന്ന് ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. സന്തോഷത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ പറ്റും. നമ്മളായിട്ട് പിടിച്ചു കെട്ടാതെ ദൈവം തരുന്ന സന്തോഷത്തെ ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പുകളായിരുന്നു. പക്ഷെ നമ്മളതിന് ഈൽഡ് ചെയ്യുന്നെങ്കിൽ, ഇവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അങ്ങനെ എപ്പോഴും സന്തോഷിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. നമുക്ക് സൗകര്യമുള്ളതിന് സ്തോത്രം ചെയ്താൽ, പലരും നമുക്ക് ഇഷ്ടമുള്ളതിന് സ്തോത്രം ചെയ്താൽ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവേൻ. എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പൊ ദൈവഹിതം അറിയാൻ, ദൈവ ഇഷ്ടം അറിയാൻ ഒന്നും പോണ്ട. സ്റ്റാർട്ട് റിജോയ്സിങ്. മറ്റുള്ളവരെ താങ്ങണം, മറ്റുള്ളവരെ ബലപ്പെടുത്തണം, എപ്പോഴും സന്തോഷിക്കണം, ആർക്കൊരു ദോഷം ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയുന്ന ഒരു എക്സ്ക്യൂസ്, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്തില്ലല്ലോ. നമ്മൾ പറയാറ്, നമ്മൾ ആർക്കും ഒരു ദോഷം ഞാൻ ചെയ്തില്ല. അപ്പൊ കർത്താവ് തിരിച്ചു നോക്കിയാൽ, നീ എല്ലാവർക്കും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടേയിരുന്നു. അതില്ല കർത്താവ്. അതാ ദൈവം ഇഷ്ടം. നമ്മളിങ്ങനെ ഒരു സൈഡിൽ കൂടെ പോകാൻ ആഗ്രഹിക്കും. കർത്താവ് പറയും, നിന്നെ ഹൈവേ കൂടെ തന്നെ നടത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സിസ്റ്റം ഭയങ്കര ഡിഫറൻറ്റാണ്. ഇത് ഞാനിത് പറയുമ്പോൾ ഞാൻ വളരെ സൈഡിൽ കൂടെ നടക്കുന്ന ഒരു വ്യക്തി. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ എത്ര സൈഡിൽ കൂടെ പോകണമെന്ന് വിചാരിക്കും, ദൈവം പിടിച്ച് ഹൈവേ കൊണ്ടുവന്നത്. God will never lead us. പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ ഇതാ, അഭിവൃദ്ധി എന്ന് പറഞ്ഞ ഇതാ, അല്ലാതെ കാശുണ്ടാക്കുന്നതല്ല അഭിവൃദ്ധി. അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ദൈവപുത്രനെ പോലെ ആയിത്തീരുന്നതാണ് അഭിവൃദ്ധി. ദൈവത്തിന്റെ ഉന്നതങ്ങളിലേക്ക് കയറുന്നതാണ്. ഈ ഇടിവുകളിൽ കയറി നിൽക്കുന്നതാണ് അഭിവൃദ്ധി. മതിൽ കെട്ടുന്നതാണ് അഭിവൃദ്ധി. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ് അഭിവൃദ്ധി. അതെ, നമ്മൾ എത്ര പ്രിവിലേജ്. ഇന്ന് രാത്രി നിങ്ങൾ ആ UK ദൈവസന്നിധി നിൽക്കുമ്പോൾ there is prosperity, there is well-being, there is blessing upon them. Hallelujah. Hallelujah. എത്ര ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. നമുക്ക് ദൈവസന്നിധി നമ്മളതിനെ സമർപ്പിക്കാം. കർത്താവ്, നമ്മൾ ആ ദൈവസന്നിധി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിലുള്ള, ഇതല്ലോ ക്രിസ്തുവേശുവിലുള്ള ദൈവ ഇഷ്ടം, അല്ലാതെ ക്രിസ്തുവേശുവിലുള്ള ദൈവ ഇഷ്ടം. അതിൽ ദൈവത്തിന്റെ സന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചു. കർത്താവെ, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിര് കെട്ടുവാൻ, ഇടിവുകൾ നിൽപ്പാനും, ക്രിസ്തുവേശുവിൽ അവിടുന്ന് എനിക്ക് തന്നിരിക്കുന്ന ഈ പ്രിവിലേജ്, ഈ തന്നിരിക്കുന്ന ഈ കർത്താവെ അനുഗ്രഹം, ഈ തന്നിരിക്കുന്ന ഈ അനുഭവത്തെ ഓർത്ത് ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സമർപ്പിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഉപദേശത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാതെ, ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്യാതെ, ദൈവവചനത്തിന് പൂർണ്ണ ഇടം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാം. കർത്തവചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു.